ഉച്ചമയങ്ങിയതും ഇന്ദുവിനെയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റിയിരുന്നു. വിവരമറിഞ്ഞ് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് ത്രയംബകത്തിൽ ലക്ഷബഹളമാണ് എങ്കിലും അവളുടെ അവസ്ഥയും അത്ര പന്തിയല്ലാത്തതുകൊണ്ട് ജിത്തു അവളുടെ ആഗ്രഹം മുളയിലേ നുള്ളി. അതിൻ്റെ പേരിൽ അവനോട് പിണങ്ങി നടക്കുവാണ് പെണ്ണ്. അവൻ വിളിച്ചാൽ ഫോൺ കട്ടാക്കി വിടുക, മെസ്സേജ് അയക്കുമ്പോൾ കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക, സഞ്ജുവിൻ്റെ ഫോണിൽ വിളിച്ചാൽ സംസാരിക്കാതിരിക്കുക. ഇതൊക്കെയാണ് പെണ്ണിൻ്റെ ഇപ്പോഴത്തെ പ്രതിഷേധ നയങ്ങൾ. അവളുടെ ഇത്തരം നീക്കങ്ങളിൽ ആകെ പെട്ടുപോയത് ജിത്തു തന്നെയായിരുന്നു. കാര്യം അവളുടെ ഒരു കാര്യവും അവനിപ്പോൾ അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നവീൻ കുറച്ചു നേരം കൂടി നിന്നിട്ട് തിരികെ പോയിരുന്നു. അവനോട് ശിവൻ അധികം ഒന്നും തന്നെ സംസാരിച്ചില്ല എന്നതും അവനിൽ സങ്കടമുണ്ടാക്കിയിരുന്നു. എങ്കിലും അത് പുറത്തു കാട്ടാതെ എല്ലാവരോടും യാത്ര പറഞ്ഞിരുന്നു അവൻ മടങ്ങിയത്. ഹോസ്പിറ്റൽ മുറിയിൽ ഇന്ദുവിൻ്റെ കയ്യിലിരുന്ന് അവളോട് ഒട്ടിക്കിടന്ന് കുഞ്ഞി കൈയും കാലും ഇട്ടടിച്ച് അവളുടെ മാറിൽ നിന്ന് മുലപ്പാൽ നുകരുന്ന കുഞ്ഞിപ്പെണ്ണ്. അവളുടെ കയ്യിലിരുന്ന് പാൽ നുകരുന്ന കുഞ്ഞിൻ്റെ കാലിൽ പതിയെ തഴുകി. അവളുടെ അടുത്ത് തന്നെ ഇരിക്കുവാണ് ലക്ഷ്മി. രവിയും ശിവനും ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുവാണ്. ജിത്തു മുറിയിൽ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കാരണം വേറൊന്നുമല്ല, ലക്ഷയുടെ പിണക്കം തന്നെയാണ്. എടാ ജിത്തു, നീ ഒന്ന് അടങ്ങ്. ശിവേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, പറഞ്ഞിട്ട് നീ വീട്ടിലേക്ക് പൊക്കോ, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ നടന്ന് നടന്ന് കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകും. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ എന്തു പറയെ നടത്തു നിർത്തിയവൻ അവളെ കൂർപ്പിച്ചു നോക്കി. നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? അവൾ വീണ്ടും പറഞ്ഞു. ചേച്ചി ഒന്ന് പോയി, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ജിത്തു ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ഇരിക്കുന്നതിനിടയിൽ പറഞ്ഞു. എന്നാ അധികം ഭ്രാന്ത് പിടിക്കേണ്ട, വേഗം ചെല്ലാൻ നോക്ക്. ഇവിടെ ഞാനുണ്ടല്ലോ. അച്ഛൻ വീട്ടിൽ പോയെന്ന് ഫ്രഷായിട്ട് വേണം കമ്പനിയിലേക്ക് പോകാൻ. നീ പോയിട്ട് നീ നാളെ വന്നാൽ മതി. മുറിയിലേക്ക് ഒരു കവറുമായി കയറി വന്ന ശിവൻ ജിത്തുവിൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകി. അതെങ്ങനെ ശരിയാവും? ഞാനും കൂടി പോയ ശിവേട്ടൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതിനിപ്പോൾ എന്താടാ, ആവശ്യം വന്ന ഞാൻ ഉണ്ടല്ലോ, പിന്നെ അമ്മയുമുണ്ട്. നീ ചെല്ലൻ്റെ ചെറുക്ക, പോയി അവളുടെ പിണക്കം മാറ്റ്. ശിവൻ പുഞ്ചിരിയോടെ പറയെ അവൻ വേണോ വേണ്ടയോ എന്ന പോലെ രണ്ടാളെയും നോക്കി. ദേ ജിത്തു, പോവാനാ നിന്നോട് പറഞ്ഞേ. ഇന്ദു കലിപ്പായി. ഓ പോകാം, ഇതെന്താ എന്നെ ചവിട്ട് പുറത്താക്കുവാണോ? അവൻ മിഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അടിച്ചിറക്കിയാലേ കാര്യം നടക്കൂ, ഇല്ലെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ തെക്കുവടക്ക് നടക്കുന്നത് ഞങ്ങൾ തന്നെ കാണേണ്ടി വരും. ലക്ഷ്മി ചിരിയോടെ പറയെ ജിത്തു അവരെ ഒഴിപ്പിച്ചൊന്ന് നോക്കി. ഞാൻ പോകുക. അവൻ കാറിൻ്റെ കീയുമെടുത്ത് മൂവരെയും ഒന്ന് നോക്കി കുഞ്ഞിപ്പെണ്ണിനെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞാവേ, മാമൻ പോയിട്ട് വരാമേ. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ട് ചേർത്തു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, എന്തെങ്കിലും ഉണ്ടേ വിളിക്കണേ. അമ്മേ, എന്നാ ശരി. അവരോട് യാത്ര പറഞ്ഞ് കുഞ്ഞിനെ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു ജിത്തു. ഉണ്ണിയേട്ടാ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടമ്മ, വാ കഴിക്കാം. വന്നപ്പോൾ മുതൽ വേഷം പോലും മാറാതെ മുറിയിൽ തന്നെ ഇരുന്ന് എന്തോ വലിയ ആലോചനയിലാണ് നവീൻ. ആരതി പറയെ അവൻ തലചരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തേ ഇങ്ങനെ നോക്കണത്? പോയി വന്നപ്പോൾ മുതൽ ഇതേ ഇരുത്തം തുടരുവാണല്ലോ. എന്തു പറ്റി എൻ്റെ ഉണ്ണിയേട്ടന്? തന്നെ തന്നെ നോക്കിയിരിക്കുന്നവൻ്റെ കവളിൽ പതിയെ തഴുകിക്കൊണ്ട് അവൾ ചോദിക്കെ അവളുടെ കയ്യിൽ കൈ ചേർത്തു നവീൻ. എനിക്കൊരാഗ്രഹം തോന്നുന്നു ആരതി, നമുക്ക് ഈ നാടും വീടുമൊക്കെ വിട്ട് ആരും ശല്യത്തിനില്ലാത്തൊരിടത്തേക്ക് പോയാലോ എന്ന്. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ ചോദിക്കെ ഒന്നും മിണ്ടാതെ അവൻ്റെ വാക്കുകൾക്കായി കാതോർത്തു ആരതി. ഞാനും താനും അമ്മയും മാത്രം ഉള്ളൊരിടം, ആരും തേടി വരാതെ നമുക്ക് വേണ്ടി മാത്രം ഒരു കൊച്ചു ജീവിതം, നമുക്ക് സ്നേഹിച്ചും വഴക്കിട്ടും ഇണങ്ങിയും പിണങ്ങിയും ഇങ്ങനെ. അവളെ തന്നോട് അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറയെ അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ ഈ നെഞ്ചിങ്ങനെ പിടക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ ഉണ്ണിയേട്ടനെ? പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. അതല്ലടോ, എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. തൻ്റെ അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം താനിവിടെ സേഫ് അല്ലെന്നൊരു തോന്നൽ. തനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് ആരതി? അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ ചോദിക്കെ അവനിൽ നിന്നും വിട്ടുമാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. ഉണ്ണിയേട്ടാ, ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്നെ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടിയിരുന്നില്ല എന്ന്? ഓരോ ദിവസവും ഇങ്ങനെ പേടിച്ച് പേടിച്ച്. ആരതി ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തൊക്കെയാ നീ ചോദിക്കുന്നത് ആരതി? നീയില്ലാതെ എനിക്ക് ഈ ജീവിതത്തിൽ വേറെ ആരാ ഉള്ളത്? ആ നീയും കൂടി എന്നോട് ഇങ്ങനെ ചോദിച്ചാ? അവനൊന്ന് നിർത്തി അവളെ നോക്കി. ഉണ്ണിയേട്ടാ, അങ്ങനെയല്ല ഞാൻ. എനിക്ക് വേണ്ടിപ്പോൾ തന്നെ ഒരുപാട് വേദനിച്ച് കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ അച്ഛൻ കാരണം ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നോർത്ത് സങ്കടം കൊണ്ട് ചോദിച്ചു പോയതാ ഞാൻ. അവൻ്റെ മുഖം തൻ്റെ ഇരുകൈ കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൾ പറയെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു നവീൻ. നീയില്ലാതെ ഞാനുണ്ടോ പെണ്ണെ? അവളുടെ നേർത്തുള്ളികൾ തിളങ്ങുന്ന മിഴികളിൽ നോക്കി അവൻ ചോദിക്കെ ഞൊടിയിടയിൽ അവനെ ആഞ്ഞു പുണർന്നിരുന്നു ആരതി.
ഉണ്ണി മോനെ. ഷോ, ഉണ്ണിയെ വിളിക്കാനൊന്നും പറഞ്ഞു പോയ കുട്ടിയെയും കാണുന്നില്ലല്ലോ. ഉറക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പടി കയറാൻ തുടങ്ങി. ദാ വരുന്നമ്മേ. അമ്മയുടെ വിളി മുറിയിൽ കേട്ട നവീൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആരതിയെയും കൂട്ടി താഴേക്ക് നടന്നു. വരിക ഇങ്ങോട്ട് രണ്ടാളും. എത്ര നേരമായി ഞാൻ കാത്തിരിക്കാന്നറിയോ? അമ്മ അതും പറഞ്ഞ് പതിയെ കയറിയ പടികൾ തിരിച്ചിറങ്ങി. ഇന്നെന്താ അമ്മ സ്പെഷ്യൽ? നവീൻ കൈ കഴുകി ഡൈനിങ് ടേബിളിൽ സാധനം ഉറപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ നീ നിന്റെ ഭാര്യയോട് ചോദിക്ക്. ഇന്ന് എന്നെ അടുക്കള ഭാഗത്തേക്ക് കയറ്റിയിട്ടില്ല പെണ്ണ്. അമ്മ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് കസേരയിലിരുന്ന് ആരതി നവീനുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി. നവീൻ ആഹാരം കഴിക്കാൻ തുടങ്ങി. അമ്മ നിർബന്ധിച്ച് ആരതിയെയും കൂടി അവൻ്റെ അടുത്തായി പിടിച്ചിരുത്തി. ആരതി തന്നെ അമ്മയ്ക്കും വിളമ്പിക്കൊടുത്തു. ചിരിയോടെ ആഹാരം കഴിക്കുമായിരുന്നുവെങ്കിലും നവീൻ്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം രവിയുടെ കാറിൽ ജിത്തുവും രവിയും ത്രയംബകത്തിലേക്കെത്തി. മുറ്റത്ത് വണ്ടി വന്നതറിഞ്ഞ് ഹാളിലിരുന്ന ലക്ഷയോട് കിന്നാരം പറഞ്ഞുകൊണ്ടിരുന്ന കണ്ണനും വേദൂട്ടിയും എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ഓടി. ദേവ അടുക്കളയിൽ എന്തോ പണിയിലാണ്. രവി കണ്ണനും മോൾക്കും വേണ്ടി വാങ്ങിയ മിഠായിയെല്ലാം അവർക്ക് കൊടുത്ത് അവരോടൊപ്പം ഓരോന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ജിത്തു ലക്ഷയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ഐസ്ക്രീമൊക്കെ ആയിട്ടാണ് വന്നത്. അവനതുമായി രവിയുടെ പിന്നാലെ തന്നെ അകത്തേക്ക് നടന്നു. അത്രയും നേരം ഹാളിലിരിക്കുമായിരുന്ന ലക്ഷ ജിത്തുവിനെ കണ്ടതും മുഖം വെട്ടിച്ച് തിരിച്ച് പതിയെ മുറിയിലേക്ക് നടന്നു. അവനൊരു ചിരിയോടെ അവളുടെ പിന്നാലെ തന്നെ വെച്ചു പിടിച്ചു. അവൾ മുറിയിൽ കയറി ബെഡിൻ്റെ ഒരറ്റത്തായി ചെന്നിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് ദൃഷ്ടി പായിച്ചു. ജിത്തു വാതിലടിച്ച് കുറ്റിയിട്ട് അവളുടെ അടുത്തായിരുന്നു. അവളുടെ ചുണ്ട് കോട്ടിക്കൊണ്ട് അല്പം നീങ്ങിയിരുന്നു. അവളുടെ പ്രവൃത്തി കണ്ടവന് അല്പം കൂടി അവളോട് ചേർന്നിരുന്നു. അവൾ വീണ്ടും നീങ്ങി, അവനും ഒപ്പം. ഒടുവിൽ നീങ്ങാൻ ഇടമില്ലാതെ അവൾ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ഉന്തി നിൽക്കുന്ന വയറിലൂടെ കൈ ചേർത്ത് അവളെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു. അവൾ മിണ്ടിയില്ല. എന്നോട് പിണക്കവാ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ലെന്ന് കണ്ടവൻ കുനിഞ്ഞ് അവളുടെ വലതു തോളിൽ താടി ഊന്നി ചോദിച്ചു. എനിക്കാരോടും പിണക്കൊന്നുമില്ല, വിട്. അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു. ഓഹോ, എന്നിട്ടാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നേ? അവൻ വീണ്ടും ചോദിച്ചു. എൻ്റെ മുഖമല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. അതൊന്നും ഇന്ദ്രേട്ടൻ നോക്കണ്ട. വീർത്തിരുന്ന മുഖം അല്പം കൂടി വീർപ്പിച്ച് പെണ്ണ്. എന്നാ വേണ്ട. ഞാൻ കരുതി എന്നെ കാണുമ്പോൾ ഇന്ദ്രേട്ടാന്ന് വിളിച്ച് ഓടി വരുമെന്ന്. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിയ ഐസ്ക്രീമൊക്കെ വേസ്റ്റായല്ലോ. സാരമില്ല, ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ പിള്ളേർക്ക് കൊടുക്കാം. അവളെ വിട്ട് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ജിത്തു പറകെ വിടർന്ന മുഖത്തോടെ മുഖം ചിരിച്ച് നോക്കി അവൾ അവനെ. അപ്പോഴേക്കും അവൻ അവളുടെ ഭാവങ്ങൾ കണ്ടിട്ടും കാണാത്ത പോലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. ഇന്ദ്രേട്ടാ, ഏതായാലും എനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, ഇങ്ങ് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം. വലിയ ഗമയോട് അവൻ്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു പെണ്ണ്. അവന് ചിരി വന്നെങ്കിലും കടിച്ചു പിടിച്ചു നിന്നു ജിത്തു. എന്ത്? ഇന്ദ്രേട്ടനല്ലേ പറഞ്ഞ് എനിക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങിയതെന്ന്? ഓ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. അവനൊരു ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. അവളുടെ മുഖം മാറി ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി പെണ്ണ്. ദുഷ്ടൻ. ഓരോന്ന് പെറുപിറുത്തോണ്ട് ബെഡിലേക്ക് തന്നെ ചെന്നിരുന്നു അവൾ. അവളുടെ പാവം കണ്ടവന് പാവം തോന്നി. ടേബിളിൻ്റെ പുറത്തിരുന്ന കവറിൽ നിന്നും ഒരു ചെറിയ ഐസ്ക്രീം ബോട്ടിലെടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു ജിത്തു. അവൻ്റെ വരവ് കണ്ടതും അവൾ വീണ്ടും മുഖം ഏറ്റുപിടിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. അവൻ അവളുടെ മുന്നിൽ നിലത്ത് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് പതിയെ കയ്യിലിരുന്ന ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി. ഹായ്. പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിയിരുന്നു പെണ്ണ്. അവനൊരു ചിരിയോടെ അവളെ തന്നെ നോക്കിയിരുന്നു. പോടാ. അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് വിളിച്ചു. ഡീ. അവൻ കപട ദേഷ്യത്തിൽ വിളിക്കെ കേൾക്കാത്ത പോലെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിയിരുന്നു അവൾ. അവനൊരു ചിരിയോടെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നതിൽ മുഴുകിയിരിക്കുമായിരുന്നു. ജിത്തുവിൻ്റെ മനസ്സിൽ നവീനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ആ നിമിഷം. അതെ, ആ ആളിനെ അറിയോ? തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോണിലെ ഫോട്ടോ ഉയർത്തി കാട്ടിക്കൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാരനോടായി ചോദിച്ചു ചന്ദ്രൻ. അറിയില്ല, അയാൾ മറുപടി പറഞ്ഞു. അറിയാവുന്ന ആരെങ്കിലും കാണുമോ? അയാൾ വീണ്ടും ചോദിച്ചു. ദോ, ആ കാണുന്ന കടയിലൊന്ന് ചോദിച്ചു നോക്ക്. അയാൾ വർഷങ്ങളായി ഇവിടെ ഉള്ളതാ, ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞെന്നിരിക്കും. ഓട്ടോക്കാരൻ പറഞ്ഞതും ചന്ദ്രൻ അയാളോട് നന്ദി പറഞ്ഞ് തിരിഞ്ഞു നടന്നു. എന്താ അണ്ണാ? മുരുക, ആ കാണുന്ന കടയിൽ അയാളോടൊന്ന് ചോദിച്ചു നോക്കുക. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഇനി ചോദിച്ചില്ലെന്ന് വേണ്ടല്ലോ, ഞാനൊരു സോഡ കുടിക്കട്ടെ. ചന്ദ്രൻ അത് പറഞ്ഞ് ഫോൺ അവന് നേരെ നീട്ടി. ശരി. അവൻ ഫോൺ വാങ്ങി അങ്ങോട്ടേക്ക് നടന്നു. മുരുകൻ പോയതും ചന്ദ്രൻ നേരെ കാണുന്ന ചായക്കടയിലേക്ക് നടന്നു.
അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരോടൊപ്പം ചന്ദ്രനും ബെഞ്ചിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരു സോഡ, അയാൾ പറയെ കടക്കാരൻ തലയാട്ടിക്കൊണ്ട് സോഡ പൊട്ടിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെല്ലാം അയാളെ തന്നെ നോക്കി. എന്നാൽ ചന്ദ്രന്റെ നോട്ടം മുരുകനിലായിരുന്നു. കടക്കാരൻ കൊടുത്ത സോഡ കുടിക്കുന്നതിനിടെ മുരുകൻ ആ കടയിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ കൈകാട്ടി വിളിച്ചു. അത് കാത്തുന്ന പോലെ ചന്ദ്രൻ സോഡയുടെ പൈസ കൊടുത്തിട്ട് മുണ്ടിന്റെ തുമ്പും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ഇവന്മാരേതാ? ഇതിനു മുൻപ് ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. കടലിലിരുന്ന് ചായ കുടിക്കൊണ്ടിരുന്ന ഒരുവൻ എല്ലാവരോടുമായി പറഞ്ഞു. അത് ഞാനും നോക്കിയേ, മറ്റൊരുവൻ മറുപടി പറഞ്ഞു. കുറച്ചു മുൻപ് ആ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടു, മുറുക്കാൻ ചവച്ചുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞു. എന്തോ കാര്യമായ അന്വേഷണത്തിലാണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു ഗുണ്ട ലുക്കുണ്ട്. കുടിച്ച ചായയുടെ പൈസ കൊടുത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. എല്ലാവരും അവരിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അണ്ണ, ഇങ്ങേക്കറിയാം. ചന്ദ്രൻ എത്തിയത് മുരുകൻ അയാളോടായി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ചന്ദ്രൻ കടയിലേക്ക് കയറി ചെന്നു. വാടാ. അല്പനേരത്തിനു ശേഷം അയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ചന്ദ്രൻ മുരുകനെയും കൂട്ടി അവിടെ നിന്നിറങ്ങി അവരുടെ ജീപ്പിനടുത്തേക്ക് നടന്നു. നാട്ടുകാരെല്ലാം നോക്കി നിൽക്കി അവരുടെ ജീപ്പ് പൊടി പറത്തിക്കൊണ്ട് അവിടെ നിന്നും ചീറിപ്പാഞ്ഞു പോയി. എല്ലാവരും വിളിച്ചുകൊണ്ട് പരസ്പരം നോക്കി. എങ്ങോട്ടാ ഉണ്ണിയേട്ടാ? ആരതി, ഇന്ദ്രൻ വിളിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാം. വാതിലടച്ചോ? പിന്നെ ഞാൻ വൈകിയ വാതിലും തുറന്നിട്ട് എന്നെ നോക്കിയിരിക്കണ്ട, ഞാൻ എത്തുമ്പോൾ വിളിച്ചോളാം. തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പുഞ്ചിരിയോടെ ഇട്ട് തരുന്ന പെണ്ണിനോടായി അവൻ പറഞ്ഞു. വേഗം വരണം, ഞാനിവിടെ കാത്തിരിക്കും. അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി. അവൻ ചിരിയോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവളെയും കൂട്ടി താഴേക്ക് പോയപ്പോൾ അമ്മയോടും പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ചപ്പലെടുത്തിട്ട് കാറിൽ കയറി പുറപ്പെട്ടു പോയി. അവൻ പോയി കഴിഞ്ഞതും ആരതി വാതിലടച്ച് കുറ്റിയിട്ട് അകത്തേക്ക് നടന്നു. ഈ സമയം ചന്ദ്രന്റെ വാഹനം നവീന്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇതിനോടകം തന്നെ അവരെ കണ്ടെത്തിയ കാര്യം ചന്ദ്രൻ കേശവനെ വിളിച്ചറിയിച്ചു കഴിഞ്ഞിരുന്നു. അയാളും ആ സമയം അങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു. ഇതൊന്നും അറിയാതെ ആരതി അമ്മയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. മുന്നോട്ടുള്ള യാത്രയിലും കലങ്ങി മറിഞ്ഞ മനസ്സുമായി നവീനും. ജിത്തു പറഞ്ഞതനുസരിച്ച് ബീച്ച് റോഡിൽ വണ്ടി നിർത്തി കടൽ തീരത്തേക്ക് നടന്നു നവീൻ. ഇരുട്ടി തുടങ്ങിയതിനാൽ അവിടെയുള്ള മിക്കവാറും ആളുകളെല്ലാം തിരികെ പോകാൻ തുടങ്ങുമായിരുന്നു. കപ്പിൾസ് എല്ലാം കയ്യും പിടിച്ച് അവൻ്റെ എതിർദിശയിൽ വരുന്നതാണ് കാണാം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്ത് ഓറഞ്ച് നിറം പരന്നു കിടപ്പുണ്ട്. പക്ഷികൾ കൂട്ടമായി കൂടണയാനായി പറന്നു പോകുന്ന തിരക്കിലാണ്. അവൻ ഓരോന്ന് നോക്കിക്കൊണ്ട് ജിത്തുവിനെ കണ്ണുകണ്ട് അവിടെയെല്ലാം തിരഞ്ഞു. ഒടുവിൽ കടത്തീരത്തൊഴുകിയെത്തുന്ന തിരമാലയെ നോക്കി നെഞ്ചത്ത് കൈയും കെട്ടി നിൽക്കുന്ന ജിത്തുവിനെ കണ്ടവൻ അങ്ങോട്ടേക്ക് നടന്നു. ഇന്ദ്ര, ഒത്തിരി നേരമായോ എത്തിയിട്ട്? ജിത്തുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ലടോ, കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. അവൻ തിരിഞ്ഞ് നവീനെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. എന്ത് കാണണമെന്ന് പറഞ്ഞത്? അവൻ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു. തനിക്ക് ബുദ്ധിമുട്ടായോ? ജിത്തു അതിന് മറുചോദ്യം ചോദിച്ചു. എനിക്കെന്ത് ബുദ്ധിമുട്ടാടോ? എനിക്കും ആരതിക്കും നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. അപ്പം പിന്നെ എനിക്കിതൊക്കെ ഒരു സന്തോഷമാണ്. എന്നെയും അവളെയും ഓർക്കുന്നുണ്ടല്ലോ, അത് മതി. നവീൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. നവീൻ, ശിവേട്ടൻ എൻ്റെ അളിയൻ മാത്രമല്ല, എനിക്കെൻ്റെ സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്താണ്. അതുമാത്രമല്ല, ഏട്ടനും തന്നെ പോലെയാണ്. ഞങ്ങളും ചേച്ചിയുമല്ലാതെ മറ്റാരും ഏട്ടനില്ല. ഏട്ടനൊരു ഓർഫനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ഏട്ടൻ ചെയ്യില്ല. ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അതിനനുവദിക്കുകയുമില്ല. അത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്ന മനസ്സാണ് ശിവേട്ടൻ്റേത്. ജിത്തു പറയ നവീൻ ഒന്നും മിണ്ടാതെ അവൻ്റെ വാക്കുകൾ കാതോർത്തു. അതുകൊണ്ടാണ് കേശവൻ്റെ മകൾ എന്നതിനുൾ ആരതിയോടും അയാളുടെ മരുമകൻ എന്ന നിലയിൽ തന്നോടും ഏട്ടന് ചെറിയൊരു വിരോധം തോന്നിയത്. ഏട്ടന് കാര്യങ്ങളൊന്നും അറിയില്ല. അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഹോസ്പിറ്റലിൽ നിന്നും എത്തിയാൽ ഉടനെ. ഒന്നും അറിയാതെ ശിവേട്ടൻ തൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് വേണ്ടി ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുന്നു. അതൊന്നും മനസ്സിൽ വെക്കരുത്. ജിത്തു നവീൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, എന്താടോ ഇത്? എനിക്ക് വിഷമം തോന്നിയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിപ്പോൾ താനെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മാറി. അതിൻ്റെ പേരിൽ മാപ്പൊക്കെ പറഞ്ഞ് താൻ എന്നെ ഒരു അന്യയാക്കരുത് ഇന്ദ്ര. നവീൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. എന്നിരുന്നാലും അയാൾ അത്ര നിസ്സാരക്കാരനല്ല നവീൻ. താനൊന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്. ആരതിയെ അല്പം കൂടിയൊന്ന് ശ്രദ്ധിക്കണം താന്. ഒരു കാര്യം ചെയ്യാം, താൻ പുറത്ത് പോകുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ അവളെ? അതാവും എൻ്റെ ലക്ഷ്യയ്ക്കും ഒരു കൂട്ടാവും. അവൾക്കും അത് സന്തോഷമായിരിക്കും. എന്തേ? ജിത്തു പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയാണെന്ന് നവീനും തോന്നി. അതിനുള്ള മറുപടിയായി ഒന്ന് മൂളിയവൻ. അല്ല, ലക്ഷ്യയ്ക്കെന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്?
പെട്ടെന്നോർത്ത പോലെ നവീൻ ചോദിച്ചു. നെക്സ്റ്റ് മന്ത് 14-നാണ്. ജിത്തു മറുപടി നൽകി. നവീൻ ചിരിയോടെ അവനെ നോക്കി. എവിടെയെങ്കിലും അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല അവളുടേത്. അതാ എൻ്റെ പേടിയും. ആരെയും പേടിയില്ല, എന്നെ പിന്നെ തീരെയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്നോട് മിണ്ടുകയില്ല, പിണങ്ങി നടക്കും. പക്ഷെ എന്തൊക്കെയായാലും അവളെ കാണാതെ, അവളുടെ പരിഭവവും പരാതിയും കേൾക്കാതെ എന്നെക്കൊണ്ടിപ്പോൾ പറ്റില്ലടോ. ജിത്തു പെട്ടെന്ന് ലക്ഷ്യയെ ഓർത്തുകൊണ്ട് നവീനോടായി പറഞ്ഞു. അവൻ മുഖം ചിരിച്ച് ജിത്തുവിനെ തന്നെ നോക്കി നിന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ആരതിയുടെ കുറുമ്പ് നിറഞ്ഞ മുഖമായിരുന്നു. അവളുടെ ഓർമ്മയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു പോയി. ശിവേട്ട. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്തായിരിക്കുന്ന ശിവനെ പതിഞ്ഞ സ്വരത്തിൽ ഇന്ദു വിളിച്ചു. ചോദ്യരൂപത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാ ഡിസ്ചാർജ് ചെയ്യുക? എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി. എനിക്കെൻ്റെ കണ്ണനെ കാണാൻ തോന്നുന്നു. ഒന്ന് കൊണ്ടുവരൂ ശിവേട്ട. ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിൽ ചാഞ്ഞിരുന്നു കൊണ്ട് അവൾ പറയെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ. സങ്കടപ്പെടാതെ പെണ്ണെ, കണ്ണനെ കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഞാൻ അവനെ ഇന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടാഞ്ഞേ. നാളെ ജിത്തു വരുമ്പോൾ കൊണ്ടുവരാൻ പറയാം, പോരെ? അവളുടെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് അവൻ പറയെ നിറമിഴികളോടെ അവനെ നോക്കിയവൾ. അവൻ ഫോണെടുത്ത് ജിത്തുവിനെ വിളിച്ചു. അവൻ എടുക്കുന്നില്ലെന്ന് കണ്ടവൻ ലക്ഷ്യയെ വിളിച്ചു. അവൾ ഫോണെടുത്തതും അവൻ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞ് അവൾ ശരിയെന്ന് പറഞ്ഞ് കട്ടാക്കി. 2 സെക്കൻഡ് കഴിഞ്ഞതും വിളി വന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹായ് ശിവേട്ട. ഹായ് മോളെ. ചേച്ചിയും കുഞ്ഞാവി എവിടെ ശിവേട്ട? ദാ ഇവിടെ ഉണ്ടല്ലോ. ശിവൻ ഫോണുമായി ഇന്ദുവിൻ്റെ അടുത്തായിരുന്നു. ഇന്ദു ഫോണിലേക്ക് നോക്കി തെളിച്ചമില്ലാതെ എന്ന് ചിരിച്ചെന്ന് വരുത്തി. എന്തു പറ്റി ചേച്ചിക്ക് വയ്യേ? ഇന്ദുവിൻ്റെ മുഖം കാണെ ലക്ഷ്യ സംശയത്തോടെ ചോദിച്ചു. കണ്ണൻ ഉറങ്ങിയോ മോളെ? അവൾ മറുചോദ്യം ചോദിച്ചു. ഇല്ലല്ലോ, അവൻ വേദൂട്ടിയോടൊപ്പം ഹാളിൽ ഇരിപ്പുണ്ട്. ഇത്രയും നേരം ബഹളമായിരുന്നു. ഞാൻ വിളിക്കാമേ? അതും പറഞ്ഞവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഹാളിൽ ഒരു വശത്തായിരുന്ന് വേദുവിനോട് വർത്താനം പറയുന്നവനെ അവൾ വിളിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ ഫോൺ അവന് കൊടുത്തു. അമ്മ. വിടർന്ന കുഞ്ഞിക്കണ്ണുകളോട് അവൻ വിളിക്കെ നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കി ചിരിച്ചു ഇന്ദു. അമ്മ, അമ്മയ്ക്ക് സുഖമായോ? വാവ വന്നോ? എവിടെ? നോക്കട്ടെ. ചിരിയോടെ കുഞ്ഞിക്കണ്ണുകൾ ഒന്നുകൂടെ വിടർത്തിക്കൊണ്ട് ചോദിക്കുന്നവനെ നോക്കി തലയാട്ടി ഇന്ദു. ശേഷം പതിയെ കുഞ്ഞിനെ കാട്ടിക്കൊടുത്തു. കുഞ്ഞിപ്പെണ്ണിനെ നോക്കി അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. പിന്നെയും അമ്മയും മോനും അവരുടേതായ ലോകത്ത് ചേക്കേറിയിരുന്നു. ഈ സമയം വീട്ടുമുറ്റത്തൊരു വണ്ടി വന്ന് നിന്നറിഞ്ഞ് നവീനാണെന്ന് കരുതി സന്തോഷത്തോടെ ഓടിച്ചെന്ന് വാതിൽ തുറന്നു ആരതി. വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ടവൾ മിഴിച്ചു നോക്കി. അപ്പോഴേക്കും മറ്റൊരു വണ്ടിയും ആ കാറിൻ്റെ പിന്നിലായി വന്നു നിന്നിരുന്നു. അവൾ അവിടേക്ക് നോട്ടം പായിച്ചു. എന്നാൽ വണ്ടിയിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും ഞെട്ടലോടെ അയാളെ നോക്കി അവൾ. അച്ഛൻ. പേടിയോടെ അവളുടെ വായിൽ നിന്ന് മുതിർന്നു വീണ ആ വാചകം. അല്ലിത് ആരാ? എൻ്റെ ഒരേ ഒരു സന്തതിയല്ലേ? അവളുടെ നിൽപ്പും പേടിയുള്ള നോട്ടവും കണ്ട് കേശവൻ വിജയച്ചിരിയോടെ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. അല്ല, നിന്റെ കെട്ടും കഴിഞ്ഞു. ഇതാരുടെയാ? അവളുടെ അടുത്തേക്ക് ചെന്നയാൾ അവളുടെ കഴുത്തിൽ കിടന്ന് താലി പിടിച്ചുയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. നവീൻ ശങ്കർ. ഓ, അപ്പോൾ അവൻ നിന്നെ അങ്ങ് കെട്ടിയല്ലേ? അയാൾ ഓരോന്ന് പറയുമ്പോഴും പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു ആരതി.